ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിൽ ഇന്ന് അപ്പാനി ശരത്ത് അക്ബറിനോട് പറഞ്ഞ ചില കാര്യങ്ങളാട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് വാലിഡായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് അപ്പാനി ശരത്ത് പറയുന്നത്. തിരിച്ച് വരവിലെ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയ ഒരു മത്സരാർത്ഥിയായിരുന്നു അപ്പാനി ശരത്ത്. അപ്പാനി ശരത്ത് പറയുന്നത് അക്ബറിനോട് പറയാം, എടാ എനിക്ക് കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ വിചാരിച്ചിരുന്ന ഒരു ബിഗ് ബോസ് അല്ല ഇത്, ഞാനിവിടെ പ്രവർത്തിച്ചതൊന്നും അല്ല, മറിച്ച് വേറൊരു രീതിയിലാണ് ബിഗ് ബോസിൽ നിൽക്കേണ്ടിരുന്നത് എന്നാണ് നമ്മുടെ അപ്പാനി ശരത്ത് പറയുന്നത്. ആ തെറ്റുകൾ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് വോട്ട് കുറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോയത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കേണ്ടിരുന്നത് എന്ന് അപ്പാനി ശരത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് അക്ബർ പറയുന്നുണ്ട്, എടാ എന്നെക്കാട്ടും കൂടുതൽ തെറ്റുകൾ അനീഷും അനിമോളും ഷാനവാസൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അക്ബർ പറയുകയാണ്. അപ്പോൾ അപ്പാനി ശരത്ത് പറയുകയാണ്, എടാ അവർ ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യപ്പെടലിൽ അവർ ഒരു റിയാക്ഷനും തരില്ല. അങ്ങനെ റിയാക്ഷൻ തരാതിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ എത്തുന്നത് അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ നമ്മൾ ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ എത്തുന്നത്. അപ്പോൾ അത് അവർക്ക് ഗുണമാണ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ടോ അപ്പാനി ശരത്ത് പറഞ്ഞത്. നമ്മൾ കുറേ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവർ അതിന് റിയാക്ഷൻ കൊടുക്കാറില്ല, അനീഷൊന്നും റിയാക്ഷൻ കൊടുക്കാറില്ല. അപ്പോൾ അവർ ആ ഒറ്റപ്പെടൽ ഒരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. അപ്പോഴേക്കും പുറത്ത് വരുമ്പോൾ അയ്യോ എല്ലാത്തിനും അവർ ചോദ്യം ചെയ്യുന്നു, അവർ ഇട്ട് ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളൊരു മനോഭാവം പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ വരും. അത് അവർക്ക് ഗുണം ചെയ്യുന്നു പറഞ്ഞത് അപ്പാനി ശരത്ത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അപ്പാനി ശരത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ബിഗ് ബോസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.